Dear student, let us discuss some concepts related to the optical isomerism. Asymmetric molecules and disymmetric molecules, or otherwise called the chiral molecules. First one is the asymmetric molecule. A molecule which doesn't have element of symmetry of any kind is called an asymmetric molecule. ഒരു മോളിക്യൂളിന് ഒരു ടൈപ്പിലുള്ള സിമെട്രീസും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, ഒരുപാട് സിമെട്രി എലമെൻറ്റ്സും ഓപ്പറേഷൻസും ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ട് ഫോർ എ മോളിക്യൂൾ വിത്ത് നോ എലമെൻറ്റ് ഓഫ് സിമെട്രി ഓഫ് എനി കൈൻഡ് ഇസ് കോൾഡ് ആൻ അസിമെട്രിക് മോളിക്യൂൾ. ഓക്കെ, വാട്ട് ഈസ് എ ഡിസിമെട്രിക് മോളിക്യൂൾ ഓർ chiral മോളിക്യൂൾ? ഇവിടെ എന്താണ്, എല്ലാ സിമെട്രി ഓപ്പറേഷൻസും ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താണ് ഫസ്റ്റ് കൺസെപ്റ്റ്? A molecule, that means a disymmetric molecule, is a molecule having a non-superimposable on its mirror image is called a disymmetric molecule. അത് എന്ത് ചെയ്യാം, ഒരു മിറർ ഇമേജുമായിട്ട് മിറർ ഇമേജ് ഉണ്ടാകും. ആ മോളിക്യൂളിൽ എന്തുണ്ടാകും, ഒരു മിറർ ഇമേജ് ഉണ്ടാകും. പക്ഷെ ആ മിറർ ഇമേജ് എന്ത് ചെയ്യില്ല, സൂപ്പർ ഇമ്പോസ് ചെയ്യില്ല. അതായത് ഒന്നൊന്നിൻ്റെ മുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് എന്ത് ചെയ്യില്ല, പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എ മോളിക്യൂൾ വിച്ച് ഇസ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ഇറ്റ്സ് മിറർ ഇമേജ് ഇസ് കോൾഡ് എ ഡിസിമെട്രിക് മോളിക്യൂൾ. ഇറ്റ് ഡസൻറ്റ് ഹാവ് എ പ്ലെയിൻ ഓഫ് സിമെട്രി. അത് എടുത്ത് പറയാനുള്ള കാരണം എന്താണ്, അവിടെ ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ടാവാം, പക്ഷേ പ്ലെയിൻ ഓഫ് സിമെട്രി എന്തുണ്ടാവില്ല, ഉണ്ടാകരുത്. പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല എങ്കിൽ മറ്റേത് സിമെട്രിയും ഉണ്ട്, പക്ഷേ അവിടെ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദാറ്റ് ഈസ് എ ഡിസിമെട്രിക് മോളിക്യൂൾ. It don't have the plane of symmetry. Or if a molecule having an axis of symmetry but don't have the plane of symmetry, then it is a disymmetric molecule. And this disymmetric molecule, which it doesn't have a plane of symmetry, shows the optical isomerism. And these disymmetric molecules are also called chiral molecules. It is called the chiral molecule. നമുക്ക് എന്ത് പറയാൻ പറ്റും, എല്ലാ അസിമെട്രിക് മോളിക്യൂൾസും ഡിസിമെട്രിക് മോളിക്യൂൾസ് ആവില്ല. all asymmetric molecule will be the disymmetric, but all disymmetric molecules need not be the asymmetric. ഒന്നുകൂടെ പറയാം, എല്ലാ അസിമെട്രിക് മോളിക്യൂൾസും എന്തല്ല, ഡിസിമെട്രിക് അല്ല. എന്തുകൊണ്ടാണ് അല്ലാത്തത്? അസിമെട്രിക് മോളിക്യൂൾസ് എന്ന് പറയുന്നതിൽ ഒരു കൈൻഡ് ഓഫ് സിമെട്രിയും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഡിസിമെട്രിക് മോളിക്യൂൾസിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ അകത്ത് എന്തു ഉണ്ടാവരുത്, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവരുത്. അപ്പോൾ ഓക്കെയാണ്. അസിമെട്രിക് മോളിക്യൂൾസിൽ എന്തുണ്ടാവില്ല, നോർമലി ഒരു സിമെട്രിയും എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഓൾ അസിമെട്രിക് മോളിക്യൂൾസ് വിൽ ബി ഡിസിമെട്രിക്. ക്ലിയർ? നെക്സ്റ്റ്, ബട്ട് ഓൾ ഡിസിമെട്രിക് മോളിക്യൂൾസ് നീഡ് നോട്ട് ബി എ അസിമെട്രിക്. എല്ലാ ഡിസിമെട്രിക് മോളിക്യൂൾസും എന്ത് ചെയ്യില്ല, അസിമെട്രിക് മോളിക്യൂൾസ് ആവില്ല. കാരണം ആ ഒരു ഡിസിമെട്രിക് മോളിക്യൂൾസിൽ ചിലപ്പോൾ ഒരു ആക്സിസ് ഓഫ് സിമെട്രി എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ആക്സിസ് ഓഫ് സിമെട്രി എക്സിസ്റ്റ് ചെയ്യുന്ന മോളിക്യൂൾ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, അത് ഡിസിമെട്രിക് ആണ്. അതായത് അതിനകത്ത് ആക്സിസ് ഓഫ് സിമെട്രി ഉണ്ട്, പക്ഷേ പ്ലെയിൻ ഓഫ് സിമെട്രി ഇല്ല. പക്ഷെ നമുക്ക് ആ ഒരു കണ്ടീഷനിൽ അത് ഏത് മോളിക്യൂൾ ആണെന്ന് പറയാൻ പറ്റില്ല, അസിമെട്രിക് ആണെന്ന് പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. All asymmetric molecules will be disymmetric, but all disymmetric molecules need not be asymmetric. ഇതിനകത്ത് വരുന്ന നെക്സ്റ്റ് ഒരു ടേമാണ് chirality. It is a non-superimpossibility of a structure on its mirror image is called the chirality or dissymmetry. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസിമെട്രിയിലുള്ള കൺസെപ്റ്റ് തന്നെയാണ്. എന്താണ് ഡിസിമെട്രി എന്ന് പറയുമ്പോൾ? ഇറ്റ് ഈസ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓൺ ഇറ്റ്സ് മിറർ ഇമേജ്. അതിനൊരു നെയിമായിട്ട് നമ്മൾ പറയുന്നില്ല. കൈറാൽ മോളിക്യൂൾസിന് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് എന്താ, ദ നോൺ സൂപ്പർ ഇമ്പോസിബിലിറ്റി ഓഫ് എ സ്ട്രക്ചർ ഓൺ ഇറ്റ്സ് മിറർ ഇമേജ് ഇസ് കാൾഡ് ദ കൈറാലിറ്റി ഓർ ഡിസിമെട്രി. എന്താണ് കൈറാലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൈറാലിറ്റി ഇസ് കോസ്ഡ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് one or more chiral carbon atoms or asymmetric carbon atoms. So that is the four valencies of the carbon are different. Chirality exists ചെയ്യുമ്പോൾ അവിടെ ഒരു എന്തുണ്ടാവണം, കൈറാൽ കാർബൺ ഉണ്ടാവണം. എന്താ കൈറാൽ കാർബൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ കാർബൺ ഇൻ such a way that the four groups attached to it should be different. Here this is a chiral carbon. Why? This carbon is attached to the fluorine, chlorine, bromine and the iodine.
So this is the chiral carbon. Chiral molecules lacks the plane of symmetry. Normally നമുക്ക് പറയാം ഒരു ഡിസിമെട്രിക് മോളിക്യൂൾ എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടാവരുതെങ്കിൽ അവിടെ എന്ത് തന്നെയാണ് അത് തന്നെയാണ് ഇവിടെയും എടുത്തത് പറയുന്നത്. എന്താണ് കൈറാൽ മോളിക്യൂൾസിന് നമ്മൾ സിമെട്രിക് മോളിക്യൂൾസിന് നമ്മൾ കൈറാൽ മോളിക്യൂൾസ് എന്ന് പറയുന്നു. അപ്പോൾ കൈറാൽ മോളിക്യൂൾ ലാക്സ് ദ പ്ലെയിൻ ഓഫ് സിമെട്രി. നമ്മളൊരു പ്ലെയിനിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തില്ല, ഈക്വൽ ആയിരിക്കില്ല. കാരണം എല്ലാ ഗ്രൂപ്പ്സ് എന്താണ്, ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് കൈറാലിറ്റി ക്യാൻ ബി ഡിറ്റർമിൻ ബൈ ചെക്കിങ് ഇറ്റ്സ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ നേച്ചർ. അതായത് നമ്മൾ ആ നോൺ സൂപ്പർ ഇമ്പോസിബിലിറ്റി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ ഞാൻ ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും, ലെഫ്റ്റ് ഹാൻഡ് ഞാൻ മിററിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് കിട്ടുന്നത് അല്ലേ. ഇതിന് രണ്ടിനെയും നമ്മൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുമോ, ഒന്നൊന്നിൻ്റെ മുകളിൽ വരുമോ, ഇല്ല. ഈ ഒരു ഫിംഗറും ഈ ഒരു ഫിംഗർ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഇമ്പോസ് ചെയ്യുന്നില്ല. ഓക്കെ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ദിസ് ഇസ് എ കൈറാൽ ഒബ്ജക്ട്സ്. ഇറ്റ് ഈസ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. മിറർ ഇമേജ് ആണ്, പക്ഷെ എന്ത് ചെയ്യില്ല, സൂപ്പർ ഇമ്പോസ് ചെയ്യില്ല. വാട്ട് ഈസ് എ കൈറാൽ ഒബ്ജക്ട്സ്? ഇതെന്താണ്, സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. രണ്ട് കോണിക്കൽ ഫ്ലാസ്കിനെയാണ് ഞാൻ കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കുക. എന്താണ് ആ രണ്ട് കോണിക്കൽ ഫ്ലാസ്കിനെയും എനിക്ക് ഇമേജസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് വെച്ചൂടെ, സൂപ്പർ ഇമ്പോസ് ചെയ്യില്ലേ? ദാറ്റ് ഈസ് ദ കൈറാൽ ഒബ്ജക്ട്സ്. ലെറ്റർ ബേസിസിലാണെങ്കിൽ എനിക്ക് പറയാം R, the mirror image will be like this. J, the mirror image will be like this. And F, the mirror image will be like this. Both the R, J and F are not superimposable on its mirror image. But in the case of the letters A, alphabets A will be the same. Mirror image and the real image will be the same. M and M, O and O. So I can say all these alphabets such as A, M, O will be a chiral objects. Why? Just because they are they are superimposable on its mirror images. Okay. Next we are giving only a small definition to optical isomerism. What is optical isomerism? It is another form of stereoisomerism in optical isomerism, in which a molecule can exist as two isomers. What are the peculiarity of that isomers? That are non-superimposable mirror images of each other, just like left hand and right hand. അപ്പോൾ നമ്മൾ ഇതുവരെ നോൺ സൂപ്പർ ഇമ്പോസിബിലിറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. ഈ നോൺ സൂപ്പർ ഇമ്പോസിബിലിറ്റി ഉണ്ട്. എങ്ങനെയാണത്? ഇറ്റ് ഈസ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. ഒപ്റ്റിക്കൽ ഐസോമെറിസം എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെയുള്ള മോളിക്യൂളാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ആ ഒരു മോളിക്യൂൾ എന്ത് ചെയ്യണം? മിറർ ഇമേജുമായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? സൂപ്പർ ഇമ്പോസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള മോളിക്യൂൾസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഐസോമറാണ് എന്ത്? ഒപ്റ്റിക്കൽ ഐസോമർ. ആൻഡ് ഫിനോമിനൻ ഈസ് ഒപ്റ്റിക്കൽ ഐസോമെറിസം. Right, taken one example, that is amino acid alanine, that is CH3H NH2COH. മിറർ ഇമേജ് കിട്ടി. മിറർ ഇമേജ് നമുക്ക് കിട്ടും അല്ലേ, പക്ഷെ അതിന് എന്തുണ്ടാവില്ല? സൂപ്പർ ഇമ്പോസിബിലിറ്റി ഉണ്ടാവില്ല. സോ ദിസ് ഇസ് എ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ്. Therefore we can say that this molecule will exist or shows a optical isomerism. And optical isomers have same physical properties. രണ്ട് ഐസോമറിന് എന്തുണ്ട്? സെയിം ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിരിക്കും. But they rotate the plane polarized light in opposite direction or differ in their behavior towards the plane polarized light. ഇതാണ് ഒരു ഒപ്റ്റിക്കൽ ഐസോമറിസത്തിൻ്റെ പെക്യുലാരിറ്റി. ഒന്നാമത്തേത്, ഏത് മോളിക്യൂളാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എക്സിസ്റ്റ് ചെയ്യുന്നത്, ആ മോളിക്യൂൾ എന്തായിരിക്കും? മിറർ ഇമേജ് ഉണ്ടായിരിക്കും, പക്ഷെ അവരെന്ത് ചെയ്യില്ല? സൂപ്പർ ഇമ്പോസ് ചെയ്യില്ല. ഇങ്ങനെ സൂപ്പർ ഇമ്പോസ് ചെയ്യാത്ത മിറർ ഇമേജ് ആയിട്ടുള്ള രണ്ട് ഒപ്റ്റിക്കൽ ഐസോമേഴ്സിന് അവരുടെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഒക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബട്ട് ദി ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് ദാറ്റ് ദേ റൊട്ടേറ്റ്, each optical isomer rotate the plane polarized light in the opposite direction. If one isomer is rotating into the clockwise direction or a positive direction, the other will rotate into the negative direction. Or differ in the, like നമുക്ക് എന്ത് പറയാം, or it differ in the behavior towards a plane polarized light. That is the optical activities. So the optical isomers are non-superimposable mirror image of each other. A set of optical isomers are called enantiomers. ഇങ്ങനെയുള്ള ഒരു സെറ്റ് ഐസോമേഴ്സിനെ, ഒപ്റ്റിക്കൽ ഐസോമേഴ്സിനെ എനിക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് കോൾഡ് ദ enantiomers. അപ്പോൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? ദ മോളിക്യൂൾ വിച്ച് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ ഓർ മിറർ ഇമേജ് ഓൺലി ഷോസ് ദ
optical isomerism. And the thing is that the optical isomers should differ in the rotation. Rotation of the one should be just opposite to that of the other one. And a set of optical isomers are called the enantiomer. And the next is, what are the conditions of optical isomerism? Optical isomerism കാണിക്കേണ്ട conditions. നമ്മൾ എടുക്കുന്ന കോമ്പൗണ്ട് എന്തായിരിക്കണം? ബേസിക്കലി അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആയിരിക്കണം. The compound must be optically active. Then optically active, ഒന്ന് റൊട്ടേറ്റ് ഒരു ഡയറക്ഷനിലാണെങ്കിൽ മറ്റേത് എന്ത് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് റൊട്ടേറ്റ് ചെയ്യണം. In the important thing is that the necessary condition for a substance to show optical isomerism is that its molecule should be chiral. Chiral ആയിട്ടുള്ള ഒരു molecule ആണ് വേണ്ടത്. Optically active compounds rotate. Then optical active എന്നുള്ളതൊന്നുകൂടെ പറയാനോ? Optically active compounds rotate the plane of polarized light. Here the plane of എന്ന് വന്നിട്ടുണ്ട്. Only the plane of polarized light into opposite direction. Plane of polarized light എന്ത് ചെയ്യണം? Opposite direction ആയിട്ട് change ചെയ്യണം. This result in two different configuration. Example, it produces two optical isomerism. ഇത് രണ്ട് രീതിയിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ടു ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. The configurations are mirror images of one another. We know that the configurations will be the mirror images of one another. These are the conditions of optical isomerism.